നമസ്കാരം. തൃശൂരിന്റെ സാംസ്കാരിക മണ്ണിൽ ശക്തൻ തമ്പുരാന്റെ മണ്ണിനെ ഇളക്കി മറിച്ചുകൊണ്ട് പുലികൾ ഇറങ്ങുകയാണ്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സർക്കാർ തടയിടുകയായിരുന്നു. ഇതോടെ വലിയ വിഷമത്തിലായ തൃശൂരുകാർക്കും അതോടെ വലിയ വിഷമത്തിലായി തൃശൂരിലെ ജനങ്ങളുടെ അതോടൊപ്പം ഏറ്റവും കൂടുതൽ കഷ്ടത്തിലായത് തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്കായിരുന്നു. ഓണം മുന്നിൽ കണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾ ചെലവാക്കിയത്. പുലിക്കളിക്ക് വേണ്ടി അവർ പണികളും ആരംഭിച്ചിരുന്നു. അവസാനം തൃശൂരിലെ BJPയുടെ MPയും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസുമായി ചർച്ച നടത്തുകയും പൊതുവികാരം മാനിച്ച് പുലികൾക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കുറി തൃശൂരിൽ പുലികൾ ഇറങ്ങിയത്. ഒരർത്ഥത്തിൽ സുരേഷ് ഗോപി തന്നെ തൃശൂരിലിറങ്ങി പുലികളെ പിടിച്ചു. തൃശൂർ കോർപ്പറേഷൻ യോഗത്തിലാണ് പുലിക്കളി നടത്താൻ തീരുമാനിച്ചത്. പുലികളുടെ സംഘാടന സംബന്ധിച്ച കാര്യങ്ങൾക്കായി പുലിക്കളി സംഘങ്ങളുടെ യോഗം വിളിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി നൽകിയതോടെ കോർപ്പറേഷൻ യോഗം ഐക്യകണ്ഠേന തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. പുലിക്കളി നടത്താനായി ഏറെ പണം ചിലവിട്ട സംഘങ്ങൾ പണി തുടങ്ങിയിരുന്നു. ഇതും പരിഗണിച്ചാണ് പുലിക്കളി നടത്താൻ തീരുമാനിച്ചത്. കോർപ്പറേഷനിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പുലിക്കളി പ്രേമികളുടെയും കലാകാരന്മാരുടെയും ആശങ്കകൾക്കാണ് ഇതോടെ വറുതിയാകുന്നത്. ഇത്തവണത്തെ 4ാം ഓണത്തിന് സ്വരാജ് റൗണ്ടിൽ പുലികൾ കീഴടക്കും. പുലിക്കളി സംഘങ്ങളുടെയും പ്രേമികളുടെയും പരാതികളെ തുടർന്നാണ് ജില്ലകളിലെ മന്ത്രിമാർ കൂടി ഇടപെട്ടതോടെ പുലിക്കളി നടത്താൻ തടസ്സമില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചത്. എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ട തൃശൂർ കോർപ്പറേഷന്റെ നിലപാട് നിർണായകമായതോടെയാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേർന്ന് പുലിക്കളി നടത്താൻ തീരുമാനിച്ചത്. പുലികളി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് യോഗത്തിന് മുന്നോടിയായി BJP അംഗങ്ങൾ പുലിമുഖങ്ങൾ ധരിച്ചാണ് കൗൺസിലിൽ എത്തിയത്. 9 സംഘങ്ങൾ 9 പുലികളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണ 6 സംഘങ്ങൾ മാത്രമാകും മത്സരത്തിൽ ഇറങ്ങുക. കോർപ്പറേഷന്റെ തീരുമാനം വൈകിയതോടെ സ്പോൺസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം മറ്റ് 3 സംഘങ്ങൾ പിൻവാങ്ങുകയായിരുന്നു. ഇതിനെ തുടർന്ന് സംഘടനയുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളുടെ യോഗം വിളിക്കാനും കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ശക്തന്റെ മണ്ണിൽ എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഇക്കുറിയും പുലികൾ തന്നെ ഇറങ്ങി തൃശൂരിനെ കീഴടക്കും. സുരേഷ് ഗോപി എന്ന MP ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് റിയാസിന്റെയും പിണറായിയുടെയും ഫണ്ട് കൈയിട്ട് വാരാൻ, അതായത് വയനാട് ഉരുൾപൊട്ടലിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഓണത്തിന്റെ ഫണ്ട് മുഴുവൻ കൈയിട്ട് വാരാനായിട്ട് അവർ നിൽക്കുമായിരുന്നു. തൃശൂരിന്റെ വികാരം, തൃശൂർ എല്ലാ വർഷവും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പുലിക്കളി, അത് സുരേഷ് ഗോപി തന്നെ ഇടപെട്ട് നടത്തിയെന്ന് തന്നെ വേണം പറയാൻ.